ചെങ്ങാലൂർ കുണ്ടുകടവിൽ മിന്നൽ ചുഴിയിൽ വ്യാപക നാശനഷ്ടം. 4 വീടുകളിലേക്കും ഒരു കാറിലേക്കും മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ കാർഷിക വിളകൾക്ക് പരക്കെ നാശനഷ്ടം. ഞായറാഴ്ച രാവിലെ 8 മണിയോടെയാണ് കാറ്റ് വീശിയത്. പയ്യപ്പള്ളി രാജീവിന്റെ വീടിന്റെ മുകളിലേക്ക് മാവ് കടപുഴകി വീണു. മരം വീണ് താനത്തുപറമ്പിൽ കൃഷ്ണൻ ഭാര്യ വിശാലാക്ഷിയുടെ വീടിന്റെ ട്രസ് ഷീറ്റിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു. പുളിക്കപ്പറമ്പിൽ കുട്ടന്റെ വീടിനോട് ചേർന്ന് വൻ തേക്കുമരമാണ് വീണത്. വീടിന്റെ മുകളിൽ വീഴാത്തതിനാൽ വൻ അപകടം ഒഴിവായി. മുല്ലക്കപ്പറമ്പിൽ ശ്രീലതയുടെ വീടിന്റെ മുകളിലേക്കും മരം വീണു. കോറ്റുകുളം സുരേഷിന്റെ കാറിന്റെ മുകളിൽ മരത്തിന്റെ ചില്ലകൾ ഒടിഞ്ഞു വീണു. നന്ദിപുലം ഏരിയക്കാടൻ ഗിരീഷിന്റെ 300ഓളം കുലച്ച വാഴകളാണ് മിന്നൽ ചുഴിയിൽ നഷ്ടമായത്. പനക്കൽ സിംസന്റെ 4 ജാതിമരവും ഒരു തെങ്ങും കടപുഴകി വീണു. മേഖലയിലെ വൈദ്യുത കമ്പികളിലേക്കും മരങ്ങൾ വീണു. വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് കെ രാമചന്ദ്രൻ MLAയും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതരും സന്ദർശനം നടത്തി. ഒമ്പതാം വാർഡിന്റെ മങ്ങാട്ടുപാടത്തു നിന്ന് തുടങ്ങിയുള്ള ഒരു ചുഴലിക്കാറ്റ് അത് വീശി അടിച്ച് ഈ പ്രദേശത്തുള്ള മരങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വീടുകളിലെ മുകളിലേക്ക് വീഴുകയും ഇപ്പൊ ഈ വീടിന്റെ തന്നെ പിന്നിൽ കാണുന്ന പുതിയ കാറാണ് എർട്ടിക്ക കാറ്. ആ കാറിന്റെ മുകളിലേക്ക് ഒരു മരത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണ് കാറ് പൂർണ്ണമായിട്ടും നശിച്ച രീതിയിലാണ് കിടക്കുന്നത്. ഇത് കാറിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫോർമർ ഈ ശക്തിയായ കാറ്റിൽ പോസ്റ്റുകളെല്ലാം വളഞ്ഞ് ട്രാൻസ്ഫോർമർ താഴത്തേക്ക് വീഴുന്നൊരു സ്ഥിതിയാണ്. അതുപോലെ ഇലക്ട്രിക്കൽ എല്ലാ വൈദ്യുത ലൈനുകളും വിച്ഛേദിക്കപ്പെടുന്ന രീതിയിൽ കറണ്ട് ഇല്ലാത്തൊരു സ്ഥിതിയിൽ കുറെ മരം വീണിട്ടുണ്ട്. പെട്ടെന്നുണ്ടായൊരു മിന്നൽ ചുഴിയാണ്. നന്ദിപുരം ഭാഗത്താണ്. ഞങ്ങൾ ഈ വാഴയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയൊരു ശബ്ദത്തോടു കൂടി വന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഏകദേശം ഓടി രക്ഷപ്പെടുകയായിരുന്നു. എനിക്ക് ഈ ഒരു 300ഓളം വാഴ നശിച്ചു. കിൻഡൽ വാഴയാണ്. ഓണത്തിൻ്റെ വിപണി പ്രതീക്ഷിച്ചുകൊണ്ട് വെച്ചാണ്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടം വന്നിട്ടുണ്ട്.